ഇന്ന് ഇന്ത്യ വേഴ്സസ് അയർലൻഡ് T20 ഗെയിം തുടങ്ങാൻ പോവാണ്. അപ്പം അതിൻ്റെ അകത്ത് പ്രോബബിൾ 11 നമുക്ക് നോക്കാം. വൈഭവ് സൂര്യവംശി നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. പുള്ളി IPL ആകട്ടെ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളീനെ പ്ലേയിങ് ലെവലിൽ കയറ്റുമോ എന്ന് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ നോർമലി വന്ന T20 വേൾഡ് കപ്പിലെ ടോപ്പ് ഓർഡർ തന്നെയായിരിക്കും ഇന്ന് കളിക്കുന്നത്. അതായത് സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ ഓപ്പണിംഗ്. ഈ ശരിക്കും വേൾഡ് കപ്പ് വിന്നിങ് ചെയ്ത ഒരു സ്ക്വാഡ് തന്നെയാണ്. അതൊരു ടോപ്പ് ഓർഡർ തന്നെയായിരിക്കും മിക്കവാറും ഇറങ്ങുന്നത്. ചിലപ്പം വൈഭവ് സൂര്യവംശിയെ കയറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. കയറ്റിയില്ലെങ്കിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. മൂന്നാമത് ഇഷാൻ കിഷൻ. ടോപ്പ് ഓർഡർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെയായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത്. നാലാമതായിട്ട് പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. അഞ്ചാമതായിട്ട് തിലക് വർമ്മ. പിന്നെ ആറാമതായിട്ട് ശിവൻ ദുബെ. ഏഴാമതായിട്ട് അക്സർ പട്ടേൽ. എട്ടാമതായിട്ട് ഹർഷിത് റാണ. അവനൊരു ഓൾറൗണ്ടറാണ്. മറ്റേ ഹാർദിക് പാണ്ഡ്യ ഇഞ്ചേർഡായിട്ട് പുള്ളിയെ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര എത്തിയില്ലെങ്കിലും ബാറ്റിംഗ് അത്ര എത്തിയില്ലെങ്കിലും ബോളിംഗ് നല്ലപോലെ ചെയ്യുന്നുണ്ട് ഹർഷിത് റാണ. അപ്പം ഹാർദിക് പാണ്ഡ്യക്ക് ഇഞ്ചുറി ആയതുകൊണ്ട് മിക്കവാറും ഹർഷിത് റാണയായിരിക്കും കയറുന്നത്. പിന്നെ വരുന്നത് അർഷദീപ് സിംഗ് 9ാമത്. പിന്നെ 10ാമത് പ്രസിദ്ധ് കൃഷ്ണ. 11ാമത് രവി ബിഷ്ണോയ്. ഇതായിരിക്കും പ്രോബബിൾ 11. ഇനി വൈഭവ് സൂര്യവംശിയെ ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റണമെങ്കിൽ വലിയ പാടാണ്. കാരണം ടോപ്പ് ഓർഡറിലെല്ലാം തന്നെ 3 ബാറ്റ്സ്മാൻ നല്ലപോലെ ബാറ്റ് ചെയ്യുന്നതാണ്. അഭിഷേക് ശർമ്മയാണ് വേൾഡ് നമ്പർ 1 T20 ബാറ്റ്സ്മാനാണ്. അപ്പോൾ അവനെ മാറ്റാൻ പറ്റത്തില്ല. സഞ്ജു സാംസൺ കാരണമാണ് വേൾഡ് കപ്പ് ജയിച്ചത്. ലാസ്റ്റ് 3 മാച്ചസ് അവൻ കളിച്ചുകൊണ്ടാണ് ജയിച്ചത്. അപ്പം അവനെ മാറ്റാൻ പറ്റത്തില്ല. പിന്നെ വരുന്നത് ഇഷാൻ കിഷൻ. പാകിസ്ഥാനെതിരായിട്ടുള്ള മെയിൻ T20 അവൻ മാത്രമേ പെർഫോം ചെയ്തുള്ളായിരുന്നു. പിന്നെ അത് തന്നെയല്ല, സഞ്ജു സാംസൺ കഴിഞ്ഞിട്ട് അവൻ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേരിൽ ഒരാളെ മാറ്റി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഓരോ ഗെയിമിലും ഓരോരുത്തർ ഒരു ഗെയിമിൽ സഞ്ജുവും പിന്നെ വൈഭവും കൂടെ ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത ഗെയിം അഭിഷേകും വൈഭവ് സൂര്യവംശിയും കൂടെ ഓപ്പൺ ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു കോൺഫിഡൻസ് പോകും. കാരണം ഒരു ഗെയിം നീ കളിക്കുക, അടുത്ത ഗെയിം നീ കളിക്കുക എന്ന് പറയുമ്പം അങ്ങനെ കളിച്ച് കഴിയുമ്പോൾ ഒരു നോർമൽ ഒരു ബാറ്റ്സ്മാൻ്റെ ഒരു ഫോം പോവും. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് മൂന്നാമതായിട്ട് സഞ്ജു സാംസൺ ഇറങ്ങുക. വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ ഇറങ്ങിയിട്ട് സഞ്ജു സാംസൺ 3 ഇറങ്ങുക. പക്ഷെ എന്നാലും അങ്ങനെ ഇറങ്ങുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബോളിംഗ് കുറച്ചും കൂടെ വീക്കാവും. അപ്പം ആരെ മാറ്റും? ഹർഷിത് റാണയൊന്നും മാറ്റാൻ പറ്റത്തില്ല. ബോളിംഗ് കുറച്ചുകൂടെ വീക്കാവും. അപ്പം നമുക്ക് നോക്കാം എന്താ ഒരു പ്രോബബിൾ ചേഞ്ചസ് നടത്തുന്നതെന്ന്. ഇനി വേറെ എന്തെങ്കിലും ചേഞ്ചസ് നടത്തുമോ? പക്ഷേ എന്നാലും ഒരു ബാറ്റ്സ്മാനും കൂടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ബോളിംഗ് ഭയങ്കരമായിട്ട് വീക്കാവും. അപ്പോൾ അതുകൊണ്ട് അവരത് ചെയ്യാൻ സാധ്യതയില്ല. അപ്പം നമുക്ക് നോക്കാം വൈഭവ് സൂര്യവംശി ഇതിൻ്റെ ഇടയ്ക്ക് കയറുമോ അതോ ഇല്ലയോ എന്ന്.